ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അത് അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിനായി ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം മാനിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ, അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സന്നിധാനത്തിൽ അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളുടെ വിലയേറിയ സാന്നിധ്യത്തിനുള്ളിലാ അടിയങ്ങളെ അല്പസമയം ഇരുത്തുമാറാകണമേ. കർത്താവേ, എൻ്റെ ദാസന്റെ നാവോടും വായോടും കൂടെ പരിശുദ്ധാത്മാവിരിക്കുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് ആത്മീക അനുഗ്രഹവും കർത്താവിനോട് ഹല്ലേലൂയ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരുവാൻ ഈ സാക്ഷ്യത്തെ ദൈവം അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ സമ്പൂർണ്ണമായ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ദേവദാസനെ സാക്ഷ്യത്തിനായുള്ള സമയമാണ് ഇപ്പോൾ. ദേവദാസനെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, God bless you, Pastor. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ബഹുമാനായ കർത്താവിന്റെ ദാസി, അതുപോലെ ഈ മീഡിയയിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്ഥിരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ നല്ല പകലിൽ ഇപ്രകാരം ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ചില നിമിഷങ്ങൾ എൻ്റെ ജീവിത അനുഭവങ്ങൾ, ജീവിത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഇതുപോലെ എനിക്കൊരു അവസരം നൽകി തന്ന ഈ ജോയ്സ് ടി വിയുടെ വേണ്ടപ്പെട്ടവരോടും അതുപോലെ തന്നെ ഈ ജോയ്സ് ടി വിക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ രാജീവ്, പ്രിയ കർത്താവിന്റെ ദാസി ലിസിക്കുട്ടി രാജീവ്, അവർക്ക് ഞാൻ ആദ്യമായി നന്ദിയും വന്ദനം അറിയിക്കുന്നു. എന്റെ സ്വന്തം നാട് കോട്ടയമാണ്. കോട്ടയത്ത് അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്വന്തം നാട്. അവിടെ ഞങ്ങളൊരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എങ്കിലും ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും കർത്താവിനെ, ജീവനുള്ള ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി, എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ആത്മീയ കാര്യങ്ങൾ വലിയ ഉത്സാഹത്തോടും വലിയ താല്പര്യത്തോടും കൂടെ വാത്സല്യ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി. എന്റെ മാതാവിന് എന്നെ കുറിച്ച് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. എന്നാൽ ഞാൻ അതിന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പലപ്പോഴും ഈ ഉപവാസ പ്രാർത്ഥനകള് അങ്ങനെയുള്ള കൂടിവരവുകളിലൊക്കെ പങ്കെടുക്കുന്ന എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായിരുന്നു. ഞാൻ അതിനുള്ള അവസരം എന്ന് കിട്ടിയാലും ഞാൻ അതൊന്നും നഷ്ടമാക്കത്തില്ലായിരുന്നു. അങ്ങനെ പലപ്പോഴും ഈ കൂടിവരവുകളിലൊക്കെ പങ്കെടുക്കുന്നതായ സമയത്ത് കർത്താവിന്റെ ആലോചന പല ദൈവദാസന്മാരിലൂടെ എന്നോട് അറിയിച്ചു, കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഞാൻ അതിനൊട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഞാൻ 1990 ഞാൻ കോട്ടയത്തുള്ള ബെസേലീസ് കോളേജിൽ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നും ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ കോളേജിൽ ചെന്നിട്ട് എനിക്ക് ക്ലാസ്സിൽ കയറുവാനായിട്ട് തോന്നിയില്ല. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ അവരെല്ലാവരും ക്ലാസ് കട്ട് ചെയ്ത് അവർ സിനിമയ്ക്ക് പോയി. എന്നാൽ ഞാൻ അതിനടുത്തുള്ള ആ ഒരു ചർച്ചിൽ
ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതറിഞ്ഞ് എന്നാൽ അവിടെ ഒന്ന് പോകാം, കുറച്ചു നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം എന്ന് കരുതി ഞാൻ അവിടെ ആ ഹോളിൽ കടന്നു ചെന്നപ്പോൾ വലിയൊരു ഹോളാണ്. ആ ഹോള് നിറയെ ആളുകൾ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പം ഞാനും ചെന്ന് ആ ഹോളിന്റെ പുറകിൽ ചെന്നിട്ട് ആ ഒരു കോർണറിൽ കയറി ഇരുന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അന്ന് വരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കർത്താവിന്റെ ദാസൻ അതിന്റെ ഇടയിലൂടെ കടന്നു വന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിന് നിന്നിലൂടെ പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. അതുകൊണ്ട് നീ എഴുന്നേറ്റ് വന്ന ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കണം എന്ന് പറയുകയുണ്ടായി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ വന്നത് അബദ്ധമായല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മാനുഷ്യമായി ചിന്തിച്ചുവെങ്കിലും ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവ് എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അങ്ങനെ ആയി തീരുവാനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നവരെല്ലാവരും ആ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ജോലിയൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. അപ്പം പലപ്പോഴും ഇങ്ങനെ ട്യൂട്ടോറിയലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പണമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇട്ട സമയങ്ങളിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റിങ്, ഭവന സന്ദർശനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും പലപ്പോഴും ദൈവാത്മാവ് എന്നോട് അറിയിച്ച ഒരു കാര്യം, നീ എടുത്ത തീരുമാനത്തിലേക്ക് നീ മടങ്ങി വരണം എന്ന് പലപ്പോഴും ദൈവാത്മാവ് എന്നെ ഇങ്ങനെ ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാന് ദൈവസന്നിധിയിൽ തീരുമാനിച്ചു, ഞാൻ ഇനി ദൈവവചനം പഠിക്കണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ഒരു സുവിശേഷകനായി തീരണം, അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന് തീരുമാനിച്ച് അന്നുണ്ടായിരുന്ന ജോലിയൊക്കെ ഞാൻ വേണ്ട എന്ന് വെച്ച് ഞാന് വായ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പോയി MDiന് ജോയിൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടെ 3 വർഷം പഠിച്ചു. അവിടെ നല്ല രീതിയിൽ അവിടുന്ന് ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്തു. അവസാനത്തെ വർഷത്തെ ചീഫ് പ്രിഫെക്റ്റ് ആയിട്ടൊക്കെ ലീഡർഷിപ്പിനുള്ള നല്ല ബെസ്റ്റ് ലീഡർഷിപ്പിനുള്ള അവാർഡ്, അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ്, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ദൈവം അവിടെ എന്നെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ നല്ല രീതിയിൽ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് വെളിയിൽ വന്നതിന് ശേഷം ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, തുടർന്ന് എങ്ങനെയാണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടത്? അപ്പം ധാരാളം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചർച്ചിന്റെ പാസ്റ്ററായിട്ടും അതുപോലെ തന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, വി ഷുഡ് നോട്ട് ഗോ ഫോർ ദ ഓപ്പർച്യൂണിറ്റി, വി ഹാവ് ടു ബി അബൈഡ് അൺടു ദ വിൽ ഓഫ് ഗോഡ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി അവര് തന്നെ ബീഹാറിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പം ആ സ്കൂളിൽ പോയി ഒരു വർഷം ആ സ്കൂളിന്റെ കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ന്യൂ ഇന്ത്യയുടെ വേണ്ടപ്പെട്ടവരെന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക്, ബീഹാറിലേക്ക് ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ബീഹാറിൽ ഞാൻ കടന്നു ചെന്ന് ഒരു വർഷത്തോളം ആ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെയുള്ള ചില ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുവാനും അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ദൈവം എന്നെ ഉപയോഗിച്ചു. അതും ഞാൻ ഒരു ദിവസം ഇങ്ങനെ ബീഹാറിൽ ഒരു ടൗണിലൂടെ നടന്നു വരുമ്പോഴേക്കും ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു. പൂജയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വന്നു. അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളൊരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്റെ കൂടെ നടന്ന് കുറെ നേരം വർത്തമാനം പറഞ്ഞിട്ട് അടുത്ത ദിവസം എന്നോട് ചോദിച്ചു, എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ സ്ഥലമെല്ലാം പറഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം എന്റെ റൂമിൽ കടന്നു വന്നു. പിന്നെ അദ്ദേഹവുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ പോയി. ചില നാളുകളെ അവിടെ പോയുള്ളൂ എങ്കിലും ദൈവം ആ ഗ്രാമത്തിൽ വലിയവ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേകര് അവിടുന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ ചുമതല ഞാൻ വിട്ടു. അപ്പൊ എനിക്ക് അതിനോടാകാൻ ഞാന് നാട്ടിൽ വന്ന് കല്യാണമൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ, എന്റെ വൈഫിന്റെ പേര് ജെസ്സി എന്നാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് ബീഹാറിൽ ചെന്ന് ഞങ്ങൾ അവിടെ ഒരു ഒരു ട്യൂഷൻ സെന്റർ ഞങ്ങൾ ആരംഭിച്ചു. അപ്പം അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിഗ്രി വരെയുള്ള മിക്കവാറും എല്ലാ സബ്ജക്റ്റും ഞങ്ങൾ അവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് കൊമേഴ്സ് ആയിരുന്നു ചെയ്യുന്നത്. എന്റെ വൈഫ് ജെസ്സി സയൻസും മാത്സും അവളും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ധാരാളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുവാനായിട്ട് വന്നു. നല്ലൊരു മാർഗം തോന്നിയപ്പം പിന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഏതായാലും
ഒരു സ്കൂള് തുടങ്ങുന്നത് നല്ലതാണ്, ഒന്നും അല്ലെങ്കിലും കുറെ മിഷണറിമാരെ സഹായിക്കുവാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അപ്പം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുവാൻ തുടങ്ങി. അപ്പം നല്ല രീതിയിൽ ഒരു സ്കൂള് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ആ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കുന്ന അതാണ്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴേക്കും എന്റെ ഭാര്യ ജെസ്സി, അവള് BSc കഴിഞ്ഞ് അന്ന് മെഡിസിന്റെ എൻട്രൻസിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. അപ്പം എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ഇവളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ജോലിയെല്ലാം വിട്ടിട്ട് ബീഹാറിൽ വന്ന് സ്കൂൾ നടത്തുന്നുണ്ടെന്ന് മനസ്സിൽ കേട്ടു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നന്നായിട്ടൊരു സ്കൂൾ നടത്തുവാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാമെന്ന് കരുതി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പം അതൊത്തിരി എന്നെ രൂപാന്തരപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുഭവം. കാരണം അദ്ദേഹം നല്ല രീതിയിൽ കോട്ടയത്ത് മെഡിസിൻ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസിന് കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണെങ്കിലും അതെല്ലാം വിട്ടിട്ട് ദൈവം കൊടുത്ത ഒരു ദർശനം അനുസരിച്ച് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ പോയി അദ്ദേഹം സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണുവാനിടയായത്. അതെന്നെ വളരെ രൂപാന്തരപ്പെട്ടു. ഞാൻ തിരിച്ചു വന്നു, ഇനി സ്കൂളിന്റെ പരിപാടി ഒന്നും വേണ്ട, കർത്താവിന് വേണ്ടി കർത്താവ് തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളതായ ഒരു തീരുമാനത്തോടെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയോടെ ആയിരുന്നു. എന്നാലും പിന്നെ എന്റെ ഒരാഗ്രഹം, അന്നും എന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ടോട്ടലി അൺറീച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ അയക്കണം, അങ്ങനെയുള്ള സ്ഥലത്ത് വേണം കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളത് എന്റെ വലിയൊരു ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് എന്നാലും സ്കൂൾ അവരുടെ ഭാഗത്ത് പലപ്പോഴും മാനുഷ്യമായി ചിന്തിക്കുമ്പോഴും സ്കൂളിന്റെ കാര്യങ്ങൾ നല്ലതാണ്, അത് ചെയ്താൽ പണം ഉണ്ടാക്കാം, മിനിസ്ട്രിക്ക് അത് പ്രയോജനപ്പെടും, മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും ഇങ്ങനെ ഞങ്ങളെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജെസ്സിയുടെ പപ്പായും മമ്മിയും 90 ദിവസം ഇടയിട്ട് അവർ രണ്ടുപേരും മരിച്ചു. അവർ രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയവരായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ജെസ്സിയാണ് മൂത്ത മോള്, അതുകൊണ്ട് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പൊ അതോടെ ആ വർഷം സ്കൂൾ തുടങ്ങുവാനുള്ള കാര്യങ്ങളെല്ലാം നിന്നുപോയി. അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ വന്നു. ദിവസങ്ങളോളം ഇങ്ങനെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്രമീകരിച്ചു. പിന്നെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ ഹിതം എന്താണ്, അപ്രകാരം മാത്രം ഞങ്ങളെ നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ഗദബ എന്ന് പറയുന്നതായ ഒരു പദം പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ ദൈവാത്മാവിനോട് ഇങ്ങനെ ഒരു പദം എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. എന്നാൽ ഈ ഗദബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ആ പദം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കോട്ടയത്ത് പാസ്റ്റർമാരുടെ ഒരു മീറ്റിംഗ് ഇങ്ങനെ നടക്കുമ്പോഴേക്കും അവിടെ വന്ന കർത്തദാസന്മാർ പലരും അവരുടെ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ ഷെയർ ചെയ്തപ്പം ഞാനും എഴുന്നേറ്റ് ഇന്നിങ്ങനെ പറഞ്ഞു, ഞാൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിതനായിരിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദം എന്റെ മനസ്സിൽ ദൈവം തരുന്നുണ്ട്. എന്താണ്, അല്ലെങ്കിൽ എവിടെ പോയി കർത്താവിന്റെ വേല ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു കർത്താവിന്റെ ദാസൻ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവര് ആന്ധ്രയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അതിനടുത്ത ആഴ്ച തന്നെ ഞാനും പ്രിയ കർത്താവിന്റെ ദാസനും കൂടെ ആന്ധ്രയിൽ ഗദബ എന്ന് പറയുന്നതായ ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ വന്നു ചേർന്നു. ഈ ഗദബക്കാരെ കുറിച്ച് പറഞ്ഞാൽ അവര് ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ പോപ്പുലേഷൻ ഏതാണ്ട് 70,000-ഓളം വരും. ഗദബ ഗ്രാമങ്ങൾ, ഞങ്ങൾ വന്ന ആ ഗ്രാമത്തിലെ കാഴ്ച എന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ അന്ന് ഗ്രാമത്തിൽ വന്ന സമയത്ത് ഗ്രാമത്തിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഒരുപക്ഷെ എന്നാൽ കേരളത്തിൽ ജനിച്ച നമ്മൾക്കൊന്നും ഈവൻ ഇമാജിൻ ചെയ്യുവാൻ പോലും പറ്റുന്നതിൽ അപ്പുറമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ കാണുവാനായിട്ടിടയായിത്തീർന്ന അർത്ഥനഗ്നരായിട്ടുള്ളതായ ആളുകള്. അതുപോലെ തന്നെ പന്നിക്കുഞ്ഞുങ്ങളും പട്ടിക്കുഞ്ഞുങ്ങളും മനുഷ്യന്റെ കുഞ്ഞുങ്ങളും ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് വിശ്രമിക്കുന്നു. അപ്രകാരമുള്ളതായ ഒരു സാഹചര്യം ഞാൻ ഈ ജനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ മനസ്സിലാക്കിയപ്പം അവര്
വിദ്യാഭ്യാസം ആർക്കും തന്നെ ഇല്ല. 100-300 ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ചെന്നാൽ പോലും അക്ഷരാഭ്യാസമുള്ളവരാരും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം അന്ന് ഏതാണ്ട് 22 വർഷം മുമ്പ്. അങ്ങനെ ആ ഗ്രാമത്തിലെ അന്തരീക്ഷം എന്നെ ഒത്തിരി വേദനിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഏതായാലും ഈ കതവക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും വെളിയിൽ നിന്നുള്ള ആളുകളെ ഇവരുടെ ഇടയിൽ താമസിക്കുവാനോ ഒന്നും അനുവദിക്കത്തില്ല. എന്നാൽ ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സിംഗിൾ റൂം ഞങ്ങൾക്ക് നൽകി തന്നു. ആ സിംഗിൾ റൂം എന്ന് പറഞ്ഞാൽ അതിന്റെ റൂഫൊക്കെ തീരെ താഴ്ന്നതാണ്. സമ്മർ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും തികച്ചും ഒരു ഓവനിൽ ഇരിക്കുന്ന അതേ അനുഭവമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെന്നല്ല വലിയവര് പോലും അവര് ടോയ്ലറ്റ് ചെയ്യുന്നതൊക്കെ ആ വീടിന്റെ മുറ്റത്ത് തന്നെയാണ്. അപ്പം തികച്ചും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് ഗ്രാമങ്ങളിലുള്ളത്. അത് നിമിത്തം വളരെ പ്രതികൂലമായ ആരോഗ്യപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മലേറിയയും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഈ ജനം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കൊച്ചു വീട്ടിൽ താമസം ആരംഭിച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു. ദൈവം പോകാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നു. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവിടെ ഞങ്ങൾ ആ കൊച്ചു വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കൽ ഇലക്ഷൻ സിസ്റ്റം ഉണ്ടോ അന്നേരം കൂട്ടത്തില്? ഉണ്ട് സിസ്റ്റർ ഉണ്ട്. ഞങ്ങൾക്ക് മോന് 1 വയസ്സിൽ താഴെയാണ് ഉള്ളത്. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഗ്രാമത്തിൽ വന്നത്. അപ്പം ഞങ്ങളൊരു ഇലക്ഷൻ ടൈമിലാണ് വന്നത്. അപ്പൊ ഈ ഇലക്ഷൻ ടൈമിൽ വന്നപ്പോഴത്തേക്കും ഈ ഇലക്ഷൻ വർക്കിന് വേണ്ടിയൊക്കെ വെളിയിൽ നിന്ന് ചില ആളുകളൊക്കെ ചില സമയത്ത് വരുമ്പോഴേക്കും ഈ ഔട്ട്സൈഡേഴ്സ് ആയ ഞങ്ങൾ ഇവിടെ എന്തിനു വന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ളതായ ചോദ്യങ്ങൾ, അത് വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഞങ്ങൾ അനുഭവിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അപ്പം ഈ ഗ്രാമക്കാർ ഞങ്ങളോട് പറഞ്ഞു, ആരെങ്കിലും അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നിങ്ങൾ അകത്ത് കയറി ഇരുന്നോളാൻ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് മറ്റുള്ളവരൊക്കെ വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ അകത്ത് കയറിയിരിക്കേണ്ടതായ സാഹചര്യം വന്നു. എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഒരു മുഖ്യ അതിഥികൾ അല്ലെങ്കിൽ വിശിഷ്ട അതിഥികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്ന് അവരെ ഗ്രാമത്തിൽ സ്വീകരിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം ദൈവം നടത്തിയ വിധങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തന്നെയുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമത്തിലെ വൃത്തിഹീനമായ അന്തരീക്ഷം നിമിത്തം ശൈശവ മരണം, അതുപോലെ തന്നെ മലേറിയ, ഇങ്ങനെയുള്ളതായ ധാരാളം പ്രതിസന്ധികൾ ഈ ജനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും അത് ഈ ഗ്രാമത്തിൽ താമസിച്ച നിമിത്തം ഞങ്ങൾക്കും അങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നു. എനിക്ക് 40-ലധികം പ്രാവശ്യം സെറിബ്രൽ മലേറിയ വന്നു. ഏതാണ്ട് 7 പ്രാവശ്യം മലേറിയ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നാട്ടിൽ ചെന്നപ്പം കാരിത്താസിലുള്ള ഒരു ഡോക്ടറെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇങ്ങനെയാണ്, ആന്ധ്രയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, പല പ്രാവശ്യം ഇങ്ങനെ മലേറിയ വന്നു, എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്യാനായിട്ടുണ്ടോ, പ്രിക്കോഷൻ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഐ ഹാവ് ഓൺലി വൺ സജഷൻ, യു ഷുഡ് നോട്ട് ഗോ ദെയർ ബിക്കോസ് വി ഹാവ് ഓൺലി വൺ ലൈഫ്, യു ഷുഡ് നോട്ട് പ്ലേ വിത്ത് യുവർ ലൈഫ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു. കാരണം നമുക്കൊരു ജീവനേ ഉള്ളൂ, ആ ജീവനിട്ട് നമുക്ക് പന്താടുവാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്ന് പറയുവാനിടയായിട്ടും. എന്നാലും ഈ 40-ലധികം പ്രാവശ്യം മലേറിയ ഞങ്ങൾക്ക് വന്നുവെങ്കിലും ദൈവം ഇന്നുവരെയും ഞങ്ങളെ ഇവിടെ നിലനിർത്തുന്നു. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ജെസ്സി മലേറിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ അവളുടെ അടുത്ത് നിർത്തരുത് എന്ന് പറഞ്ഞു. എന്നാൽ മോനെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് ആരുമില്ല. ഞാൻ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അവൻ ഉറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അകലെ ഒരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പം അവരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ ഇവനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കൊണ്ട് ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയാക്കി. അവനന്ന് 3.5 വയസ്സുണ്ട്. വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോന്നു. അതിനുശേഷം ഞാൻ രാവിലെ ഇവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ ചെല്ലണമെന്ന് കരുതി ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും 3.5 വയസ്സുള്ള കുഞ്ഞിങ്ങനെ എഴുന്നേറ്റ് ആ കട്ടിലിൽ ഇരുന്ന് അവൻ കരയുന്ന അനുഭവമാണ് ഞാൻ കണ്ടത്. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവന് രാത്രി ആ കട്ടിൽ മൂത്രം ഒഴിച്ചിട്ട് ഇവൻ അതുകൊണ്ട് അവൻ ഇരുന്ന് കരയുവാണ്. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പപ്പ ഒരിക്കലും എന്നെ വേറെ വീട്ടിൽ കൊണ്ട് ആക്കരുതെന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. അപ്പം
എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾ ഈ ഭാഷ പഠിക്കുവാനായി, ഇവരുടെ ഭാഷ, അപ്പം ഇവർക്ക് ഞങ്ങളുടെ ഭാഷ ഇവർക്കും അറിയത്തില്ല, ഇവരുടെ ഭാഷ ഞങ്ങൾക്കും അറിയത്തില്ല. അതുപോലെ തന്നെ മലയാളമോ നമുക്കും അറിയാവുന്ന മറ്റു ഭാഷകളോ അറിയാവുന്നവരാരുമില്ല ഞങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെ. ഈ ഗ്രാമം എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒത്തിരി ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. നിസാരം ഒരു ചോക്ലേറ്റ് വാങ്ങിക്കണമെങ്കിൽ പോലും ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരെ പോകണം. പിന്നെ ഈ ഗ്രാമത്തിലുള്ളതെന്ന് പറയുന്ന കള്ള് വിൽക്കുന്ന കടകളുണ്ട്. അത് ഏകദേശം ഒരു 10-15 കടകൾ അന്നും ഇന്നും ഈ ഗ്രാമത്തിലുണ്ട്. അതാണ് ഈ ഗ്രാമത്തിലെ അവസ്ഥ. എന്തായാലും അങ്ങനെ ഞങ്ങള് പ്രാർത്ഥനയോടെ ഈ ഗ്രാമത്തിലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ഈ ഭാഷയിൽ ദൈവവചനം തർജ്ജമ ചെയ്ത് ദൈവവചനത്തിൽ ചില വാക്യങ്ങളെങ്കിലും ഈ ഭാഷയിൽ ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ വിക്ലിഹിൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം അവര് ഭാഷ പഠിക്കുവാനുള്ളതായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ ഭാഷ പഠിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഈ ഗതവക്കാർ സംസാരിക്കുന്ന ഭാഷ, ഗതവ എന്നാണ് ആ ഭാഷയുടെയും പേര്. പിന്നെ ആ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു റിട്ടൺ ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് ആ ഭാഷ പഠിക്കുവാനായിട്ട് നമുക്ക് പുസ്തകങ്ങൾ ഉണ്ടാവും. എന്നാൽ ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ഭാഷയിൽ എഴുതപ്പെട്ടതായിട്ടൊന്നുമില്ല, ഒരു സ്പോക്കൺ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഈ ഭാഷ പഠിക്കണമെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി അവർ പഠിക്കുന്ന പോലെ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗതവക്കാർ രാവിലെ എഴുന്നേറ്റിരുന്ന ഒരു വട്ടത്തിലിരുന്ന് തീ കായുമ്പം ഞങ്ങൾ അവിടെ പോയി അവരുടെ കൂടെ ഇരിക്കും. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഈ ഭാഷ ഞങ്ങൾ കേട്ട് പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഈ ഭാഷ പഠിക്കുവാൻ വേണ്ടി ഞാൻ ഇവരുടെ കൂടെ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടത്തിൽ കാള പൂട്ടാനായിട്ട് പോയിട്ടുണ്ട്, വിറക് വെട്ടാനായിട്ട് പോയിട്ടുണ്ട്, തേൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയുടെ മുകളിൽ ആടിനെ തീറ്റാൻ പോയിട്ടുണ്ട്. കാരണം വിവിധ കോണ്ടെക്സ്റ്റുകളിൽ ഇവർ ഉപയോഗിക്കുന്ന ആ പദങ്ങള് ആ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഏതായാലും 6 മാസം കൊണ്ട് ഞങ്ങൾ ഈ ഭാഷ സാമാന്യം നല്ല രീതിയിൽ സംസാരിക്കുവാനായിട്ട് പഠിച്ചു. കാരണം മറ്റു ഭാഷയൊന്നും നമുക്ക് കേൾക്കാനില്ല, മറ്റു ഭാഷയൊന്നും നമുക്ക് പറയുവാനായിട്ടില്ല. എപ്പോഴും കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഈ ഭാഷ തന്നെ ആയതുകൊണ്ട് തന്നെയല്ല, ഇവരുടെ ഇടയിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് 6 മാസം കൊണ്ട് ഭാഷ പഠിക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. അതിനുശേഷം ഈ ഭാഷ പഠിച്ചതിന് ശേഷം ഈ ഭാഷയെ കുറിച്ച് ഇതിന്റെ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ അതിൽ എന്തെങ്കിലും എഴുതുവാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ഇവരോട് ഇതിന്റെ ഗ്രാമറിന്റെ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഫോണോളജിയുടെ അനാലിസിസ് നടത്തി, അതുപോലെ തന്നെ അതിന്റെ ഗ്രമാറ്റിക്കൽ അനാലിസിസ് എല്ലാം നടത്തി ദൈവം അനുവദിച്ച് 2-3 വർഷം കൊണ്ട് അത്യാവശ്യം ഈ ഭാഷയുടെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറിനെ എല്ലാം വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകം, ഏകദേശം 100 പേജുള്ള ഒരു പുസ്തകം ഞങ്ങൾക്ക് തയ്യാറാക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പം അതിലൂടെ ഈ ഭാഷയുടെ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും അത് വിവരിക്കുവാനും ഇടയായി തീർന്നു. അതിന്റെ എല്ലാം പിന്നിൽ ജെസ്സിയാണ് അധ്വാനിച്ചത്. അങ്ങനെ ഞങ്ങള് ആ ഭാഷയെ കുറിച്ച്, അതുപോലെ തന്നെ ഈ ഭാഷ എഴുതുവാനായിട്ട്, ഇപ്പം നമ്മളെപ്പോഴും അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് എഴുതുമ്പോൾ സ്റ്റേറ്റിന്റെ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിന്റെ ഫോണോളജിയുടെ അനാലിസിസ് ഒക്കെ നടത്തി ഏതൊക്കെ അക്ഷരങ്ങൾ കൊണ്ട് അത് എഴുതാൻ പറ്റും എന്നുള്ളതായ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ 2020 ആയപ്പോഴേക്കും പുതിയ നിയമവും സങ്കീർത്തനവും അടങ്ങുന്ന പുസ്തകം മുതലേ ഗതവ എന്ന് പറയുന്ന ഭാഷയിൽ തയ്യാറാക്കുവാനായിട്ട് ദൈവം കൃപ തന്നു. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് വരെ ഈ ഭാഷയിൽ എഴുതപ്പെട്ടതായ വേറൊന്നുമില്ല. അത് ആദ്യമായിട്ട് ഈ ജനത്തിന് അവരുടെ സ്വന്തം ഭാഷയിൽ എഴുതപ്പെട്ടതായ ഒരു പുസ്തകം ദൈവവചനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഭാഷയിൽ ചില പാട്ടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചില സ്റ്റോറികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും ഈ ഭാഷയിൽ ഇന്ന് വരെ എഴുതപ്പെട്ടതായിട്ടില്ല. പിന്നെ ഈ ഇത്രമാത്രം ബന്ധപ്പെട്ട് ഈ ഭാഷ ഈ തർജ്ജമയൊക്കെ ചെയ്തതിന് ശേഷം ഇത് എത്രമാത്രം ആളുകൾ ഉപയോഗിക്കും എന്നുള്ളതായ വലിയൊരു
ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം കരുണ ചെയ്ത് ഇന്ന് ഇത് വളരെ ശ്രദ്ധയോടെ തങ്ങളുടെ പേഴ്സണൽ സ്റ്റഡിക്കൊക്കെ വേണ്ടി വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഞങ്ങൾ അവിടെ ഈ ട്രാൻസ്ലേഷന്റെ വർക്കൊക്കെ തുടങ്ങി, പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. ഞാൻ അന്ന് ചെയ്യുന്ന ആരംഭകാലത്തിലൊക്കെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നു, അതുപോലെ തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലെ സാലൂർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അപ്പൊ അവിടെ എത്തണമെങ്കിൽ ഞാൻ ഇവിടുന്ന് 2 കിലോമീറ്റർ നടന്ന് മെയിൻ റോഡ് ചെല്ലും. അവിടുന്ന് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ഓട്ടോയോ കിട്ടും. അതിന് ഞാൻ സാലൂര് ചെന്നിട്ട് അവിടുന്ന് വാടക സൈക്കിൾ എടുക്കും. അപ്പൊ ഈ വാടക സൈക്കിൾ എടുത്തിട്ട് അവരോട് പറയും, ഞാൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞൊക്കെ കൊണ്ടുത്തരുവുള്ളൂ എന്ന് പറയും. അപ്പൊ നിസ്സാര എമൗണ്ട് എന്നോട് വാങ്ങിക്കുള്ളൂ. അപ്പൊ ആ വാടക സൈക്കിൾ എടുത്തുകൊണ്ട് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെല്ലാം കടന്നുപോയി ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കും. അവരോട് അറിയാവുന്ന രീതിയിൽ, അന്ന് ഭാഷ അറിയാതിരുന്ന കാലത്ത് അവരോട് കർത്താവിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ ജനിച്ചു വളർന്ന ആളുകളെക്കാളും കൂടുതൽ ഈ ഗ്രാമത്തെ കുറിച്ചും ഒക്കെ ഗ്രാമവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു എന്ന് ഇവിടെയുള്ള പല ആളുകളും പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണെങ്കിലും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏതാണ്ട് 6 വർഷത്തോളം ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി പോലും വിശ്വാസത്തിൽ വന്നില്ല. അതെന്നെ വളരെ വേദനിപ്പിച്ചു. പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇത്രയും നാളുകൾ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു, പല ഗ്രാമങ്ങളിൽ പോകുന്നു, സുവിശേഷം അറിയിക്കുന്നു. എന്നാൽ ഇതുവരെയും ഒരു വ്യക്തി പോലും കർത്താവിനെ സ്വീകരിക്കുവാനോ ഒരു വ്യക്തി പോലും വിശ്വാസത്തിൽ വരുവാനോ ഇടയായില്ലല്ലോ എന്നോർത്ത് ഞാൻ പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഭാരപ്പെട്ട അനുഭവം ഞാൻ ഓർക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസം ഞാന് ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുട്ടിയും ഒരു പയ്യനും ഞാനും കൂടെ മറ്റൊരു ഗ്രാമത്തിൽ കടന്നുപോയി. കുറെ ദൂരെയുള്ള ഒരു ഗ്രാമമാണ്. അന്ന് എനിക്ക് പഴയ ഒരു സ്കൂട്ടറുണ്ട്. ഈ സ്കൂട്ടറിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രാമത്തിൽ കടന്നു ചെന്ന് അവിടെ ഇരുന്ന് കുറെ ആളുകളുമായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ആ ഗ്രാമത്തിൽ രോഗിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു പോരുവാനായിട്ട് തുടങ്ങിയപ്പം ആ കുഞ്ഞിന്റെ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു, ഇല്ല, ഇരിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് 12 മണിയായപ്പോഴേക്കും കഴിക്കുവാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അവിടെ വെട്ടിയിട്ടിരിക്കുന്ന ഒരു തടിയുണ്ട്. ആ തടിയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഒരു 2 മണിയായപ്പോഴത്തേക്കും ആ വീട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ തന്നെ കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിയായപ്പം പിന്നെയും ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു. കുറെ കൂടെ സമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നെ വിളിച്ച് അവരുടെ വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. ആ വീടെന്ന് പറയുന്നത് ഇങ്ങനെ ഈ ആനവായനായിട്ട് ഓല മേഞ്ഞ വീടാണ്. അപ്പൊ അതിന്റെ ഈ നിലം ആ ഓല മേഞ്ഞിട്ട് ഫ്രണ്ടിൽ ഒരു ചണച്ചാക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ചണച്ചാക്ക് കെട്ടിയിട്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് ആ ചണച്ചാക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ അകത്തോട്ട് ചെന്നപ്പോഴേക്കും ഒരു സാരിയുടെ കഷണം വിരിച്ചിട്ടുണ്ട്. ചാണകം മെഴുകിയ തറയാണ്. അവിടെ ഒരു സാരിയുടെ കഷണം വിരിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഏതോ ഒരു പാത്രത്തിൽ വെളുപ്പും കറുപ്പും നിറത്തിൽ എന്തോ വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന സാരി കഷ്ണത്തിൽ ഇരുന്നപ്പോഴേക്കും വെളുപ്പും കറുപ്പുമായിട്ടിരുന്ന വസ്തു അത് കംപ്ലീറ്റ് വെള്ളയായി തീർന്നു. സംഭവിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവര് ടോയ്ലറ്റ് ചെയ്യുന്നതൊക്കെ ഇവരുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ്. തികച്ചും വൃത്തിഹീനം, അന്നും ഇന്നും വൃത്തിഹീനമാണ് മിക്ക ഗ്രാമങ്ങളും. അപ്പം ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈച്ചയുടെ ശല്യം ഭയങ്കരമാണ്. അങ്ങനെ ഇവര് കൊണ്ടുവച്ച ഈ ആഹാരത്തിന്റെ മുകളിൽ ഇതുപോലെ ഈച്ച വന്ന് പൊതിഞ്ഞിരുന്നിട്ടാണ് അത് വ്യത്യസ്തമായ കളറിൽ കാണപ്പെട്ടത്. എന്നാൽ എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് കഴിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് ഉള്ളിൽ തോന്നിയെങ്കിലും അത് നമ്മൾ നിരസിച്ചെന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവിടെ ആ ഗ്രാമത്തിൽ പിന്നെ പ്രവേശിക്കുവാനൊക്കത്തില്ല. ഏതായാലും ഞാൻ പ്രാർത്ഥനയോടെ ആഹാരം മുഴുവൻ കഴിച്ചു. ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, ആ കുടുംബമാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആദ്യ ഫലം. അവര് കുടുംബമായിട്ട് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു. പിന്നെ ഞങ്ങൾ തുടർമാനമായിട്ട് ആ ഗ്രാമത്തിൽ പോയി പ്രവർത്തിച്ചു. ആ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏകദേശം 200-ലധികം ആളുകൾ ആ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരപ്പന്റെ മക്കളാണ്.
ആ അപ്പന് 7 ഭാര്യമാരും 35 മക്കളുമാണ്. അപ്പം ഈ 35 മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ സെറ്റിലായ ഒരു ഗ്രാമമാണ് കൊണ്ടമൂസൂർ എന്ന് പറയും. അവിടെ ഞങ്ങൾ കടന്നുപോയി പ്രവർത്തിച്ചു. ഈ പിതാവിന്റെ മക്കൾ പലരും വിശ്വാസത്തിൽ വന്നപ്പം ആ പിതാവ് അവരെല്ലാവരെയും വിലക്കുവാനായിട്ടിടയായിട്ടും അദ്ദേഹം ഒരു ഗുഹയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അദ്ദേഹത്തിന് വേണ്ട മാരകായുധങ്ങളെ, നാടൻ തോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആ ഗുഹയിൽ സൂക്ഷിച്ചിരുന്നത്. തന്നെയുമല്ല, അദ്ദേഹം രാവിലെ വേട്ടയ്ക്ക് പോകും, അത്യാവശ്യ കൃഷി കാര്യങ്ങളൊക്കെ ആ ഗുഹയുടെ അടുത്ത് തന്നെ ചെയ്യും. അപ്പം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ മരണസമയത്ത് ഏകദേശം 100 വയസ്സിന് മുകളിൽ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്ന് വരെ അദ്ദേഹം ഒരു മരുന്നും കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പം അത്രമാത്രം ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം ആരംഭകാലത്തൊക്കെ ഈ മക്കളെയൊക്കെ വിലക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവസാന സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അടുത്ത സമയത്ത് അദ്ദേഹവും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും സുവിശേഷം ശ്രദ്ധിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ആ മനുഷ്യന്റെ ഭാര്യമാരിൽ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ അമ്മച്ചിയെയും ജലത്തിൽ ജലത്തിൽ സ്നാനപ്പെടുത്തുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങളുടെ മോന് 1 വയസ്സിൽ താഴെ പ്രായം, കഷ്ടിച്ചൊരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളെ അന്ന് വിക്ലിഫിന്റെയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം മോനെ സ്കൂളിലാക്കുന്ന സമയമായപ്പോഴേക്കും വിക്ലിഫിന്റെ ഞങ്ങളോട് പറഞ്ഞു, അവനെ എവിടെയെങ്കിലും ബോർഡിംഗ് സ്കൂളിൽ വിട്, ഇവിടെ നിന്നാൽ അവന്റെ പഠിത്തം ഒന്നും ശരിയാകത്തില്ല എന്ന് പലരും എന്നോട് പറഞ്ഞു. തന്നെയുമല്ല, ഈ സാലൂരെന്ന്, ഞങ്ങൾ ഈ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് 10-12 കിലോമീറ്റർ അകലെ സാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലെപ്രോസി മിഷന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞു കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ പലപ്പോഴും മലയാളി ഡോക്ടർമാരും മലയാളി നേഴ്സസ് ഒക്കെ വന്നിട്ട് അവരാരും അവിടെ നിന്നില്ല. കാരണം അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കി അവരവിടെ നിൽക്കാതെ അവരെല്ലാവരും തിരിച്ചു പോയതായിട്ടാണ് കേട്ടത്. അപ്പൊ അവിടുന്ന് വീണ്ടും ഇന്റീരിയർ ആയിട്ടുള്ള ഈ ഗ്രാമത്തിലെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കുവാനായിട്ടൊക്കത്തില്ല. തന്നെയുമല്ല, ഈ ഗ്രാമങ്ങളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാരും സ്കൂളിൽ പോകത്തില്ല. ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴും പേരൻസിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം എന്നൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കുന്നത് എന്തിനാണ്, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് അവര് ഞങ്ങളോട് പലപ്പോഴും ചോദിക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെ പലരും എന്നോട് പറഞ്ഞു, അവനെ നല്ലൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, അവനെ ഇവിടെ ആക്കിയെന്നാൽ അവന്റെ പഠിത്തം ഒന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ മനസ്സിൽ ദൈവം തന്ന ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഏതായാലും ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മിഷണറിമാരായിട്ട് ഈ ഗ്രാമത്തിൽ കടന്നു വന്നു. ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനം ഇവനും കണ്ട് മനസ്സിലാക്കണം. അപ്പം ഒരു മിഷണറി പ്രവർത്തനത്തിന്റെ വാല്യൂ എന്താണെന്ന് ഞങ്ങളുടെ മോനും മനസ്സിലാക്കണം. തന്നെയുമല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം അവനിലൂടെ ചെയ്തെടുക്കണം. ആ ഒരു തീരുമാനമായിരുന്നു, ആ ഒരു ആഗ്രഹമായിരുന്നു എന്റെ ഉള്ളത്തിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അവനെ മറ്റു സ്കൂളിലൊന്നും വിട്ടില്ല. അവൻ ഇവിടെ തന്നെയുള്ള ഒരു ലോക്കൽ സ്കൂളിൽ അവൻ ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടുകൂടെ കളിച്ചു, ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടുകൂടെ വളർന്നു, ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടുകൂടെ ഒരു ലോക്കൽ സ്കൂളിൽ അവൻ പഠിച്ചു. സ്കൂളൊക്കെ ഉണ്ടോ അവിടെ? മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകളുണ്ട്. സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിൽ ഒരു ടീച്ചറെ കാണുള്ളൂ. ടീച്ചർ ചിലപ്പോൾ മാസത്തിൽ ഒന്നായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോ ഒന്നായിരിക്കും വരുന്നത്. അവര് വന്ന് റിപ്പോർട്ടൊക്കെ എഴുതിയിട്ട് അവര് തിരിച്ചു പോകും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇന്നൊത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോനെ ഇവിടെ 10ാം ക്ലാസ് വരെ ഇവിടെയുള്ള ഒരു ലോക്കൽ സ്കൂളിൽ പഠിച്ചു. അപ്പം ഇവൻ ഇവിടുത്തെ ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും അവന്റെ ഹൃദയത്തെ ഒത്തിരി രൂപാന്തരപ്പെട്ടു. കാരണം ഇവിടെയുള്ള ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഇവർ ഒത്തിരി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഗതവക്കാർക്ക് ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവൽ മാർച്ച്-ഏപ്രിൽ മാസങ്ങളിലാണ് നടക്കുന്നത്. അപ്പം ഒരാഴ്ച ഇവര് പുരുഷന്മാരെല്ലാവരും വനത്തിൽ വേട്ടയ്ക്ക് പോകും. അപ്പം ആരും ഗ്രാമത്തിൽ താമസിക്കുന്ന പുരുഷന്മാരാരും അതിനകത്ത് പങ്കെടുക്കാതിരിക്കാനൊക്കത്തില്ല. അപ്പം ഇവര് വേട്ടയ്ക്ക് പോകുമ്പോഴേക്കും സ്ത്രീകൾ വീട്ടിലിരുന്ന് പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഈ വേട്ടയ്ക്ക് പോയവര് തിരിച്ചു വരുന്ന എപ്പോഴാണോ അതേ സമയം വരെ അവര് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതാണ് ഇവരുടെ ഒരു സിസ്റ്റം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വേട്ടയ്ക്ക് പോയി മലയുടെ മുകളിൽ ചെന്ന് ഒരു കാട്ടുപന്നിയെ
കാട്ടുപന്നിയെ കണ്ടു. ആ കാട്ടുപന്നിയെ അന്ന് ഇവരുടെ കയ്യിൽ കൈത്തോക്കുണ്ട്, കൈത്തോക്കിന് വെടിവെച്ചുവെങ്കിലും ആ പന്നിക്ക് അത് ശരിക്ക് ഏറ്റില്ല. ആ പന്നി തിരിഞ്ഞു വന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ ആക്രമിച്ചു. ആ മനുഷ്യനെ ആക്രമിച്ചിട്ട് അദ്ദേഹം ശരീരത്തിൽ മുഴുവനും മുറിവായിട്ട് അർത്ഥപ്രാണനായിട്ട് അദ്ദേഹത്തെ ഒരു വിധത്തിൽ എടുത്ത് ഗ്രാമത്തിൽ കൊണ്ടുവന്നു. ഗ്രാമത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തലവനോടൊക്കെ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ അതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഇത് ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് RMP, റൂറൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ധാരാളം ആളുകളുണ്ട്. അവർ 10ാം ക്ലാസ് പോലും പാസ്സായവരല്ല, എന്നാൽ അവര് സർജറി വരെ ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അപ്പം അതുപോലെയുള്ള ഒരു RMP വിളിക്കാനായിട്ട് ഒരാളെ സൈക്കിളെ പറഞ്ഞു വിട്ടു. അദ്ദേഹം കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഈ RMP ഗ്രാമത്തിൽ വന്നു. RMP വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ ശരീരത്തിൽ മൊത്തം മുറിവാണ്. അപ്പം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഈ മരപ്പിക്കാനോ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാനോ ഒന്നുമുള്ള കാര്യങ്ങളൊന്നും ഇയാളുടെ കയ്യില്ല. അയാൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ നല്ല ആരോഗ്യമുള്ള ആളുകളോട് പറഞ്ഞു ഇവനെ അമർത്തി പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി ആ മനുഷ്യനെ അമർത്തി ഈ റോഡിൽ കിടത്തിയിട്ട് അമർത്തി പിടിച്ചു. ആ മനുഷ്യൻ ആ പച്ച ശരീരം തയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം അദ്ദേഹം വേദന കൊണ്ട് പുളയുമ്പോഴേക്കും ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു മനുഷ്യനായിരുന്നു, അന്ന് മദ്യപിക്കാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ ഒരു കട്ടിലിൽ കിടത്തിയിട്ട് ഈ ബ്ലഡ് ഇങ്ങനെ താഴോട്ട് വീഴുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഈ സിമെന്റ് ഒക്കെ എടുക്കുന്ന ചീനിച്ചട്ടി അതിനകത്ത് ചാരം കൊണ്ടുവന്നിട്ട് ഈ കട്ടിലിന്റെ താഴെ വെച്ചു. അപ്പം കാറ്റ് വരുമ്പോഴത്തേക്ക് ഈ ചാരമെല്ലാം പറന്ന് അദ്ദേഹത്തിന്റെ മുറിവിലെല്ലാം പറ്റി. എങ്കിലും ദൈവം അദ്ദേഹത്തോട് കരുണ കാണിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഇന്നും ഈ ഗ്രാമത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള RMPs ഒത്തിരി പേരുണ്ട്. അവര് ചെയ്യുന്ന എന്നാണെന്ന് ചോദിച്ചെന്നാൽ ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവിടെ ചെന്നിട്ട് ഒരു കോൺട്രാക്ട് പറയും, ഇത്ര രൂപ ആകും എന്ന് പറയും. അപ്പം പാവം ഇവര് ചിലപ്പോൾ ആടുണ്ടെങ്കിൽ ആടിനെ വിറ്റ് അല്ലെങ്കിൽ പശുവിനെ വിറ്റൊക്കെ ആ പൈസ കൊടുക്കും. എന്നാൽ പലപ്പോഴും ചിലർക്കൊക്കെ ഭേദമാകും, ചിലർക്ക് ഭേദമാകാതെ അങ്ങനെയുള്ള മരണങ്ങളും നടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഈ ഗ്രാമത്തിലെ ഒരവസ്ഥ. തന്നെയുമല്ല ഒരു സൂചി കൊണ്ട് ഒരു ഗ്രാമത്തിലുള്ള സകല ആളുകൾക്കും ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നിട്ട് ആ സൂചിയും കൊണ്ട് അടുത്ത ഗ്രാമത്തിൽ പോയി അടുത്ത ഗ്രാമത്തിലുള്ളവർക്കും അതേ സൂചി കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യും. അതൊക്കെയാണ് ഇന്നും ഇവിടെ മെഡിക്കൽ ഫീൽഡിലെ അവസ്ഥ. ഏതായാലും മോനെ ഇങ്ങനെ ഈ ലോക്കൽ സ്കൂളിൽ പഠിച്ചു, 10ാം ക്ലാസ് വരെ അവൻ ഇവിടെ ലോക്കൽ സ്കൂളിൽ പഠിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെയുള്ളതായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. അവനെ ദൈവം ഹൃദയത്തിൽ ഒരു ആഗ്രഹം കൊടുത്തു, എങ്ങനെയെങ്കിലും പഠിച്ച ഒരു മിഷൻ ഡോക്ടർ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായ ഒരു ആഗ്രഹം ദൈവം അവന് കൊടുത്തു. അപ്പൊ അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പങ്കുവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കേട്ടിട്ട് എനിക്കത് വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റിയില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ആയിരുന്നുകൊണ്ട് ഒരിക്കലും അതങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്ന കാര്യമല്ല. എന്നാൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെയും സാധ്യതകളെയും ഒക്കെ കണ്ടുകൊണ്ട് ദൈവത്തിലുള്ള നമ്മളുടെ ആശ്രയം പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. എന്നാൽ നമ്മൾ പരിപൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സാഹചര്യങ്ങൾക്കൊക്കെ അതീതനായ നമ്മളുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഈ വിഷയത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിട്ട്. അങ്ങനെ ഞങ്ങള് +1 +2 ഞാൻ അവനെ വിശാഖപട്ടണത്ത് വിട്ടു. അവിടെ പോയി അവനൊരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം അവന് പാലായിൽ ബ്രില്യന്റിൽ പോയി നീറ്റിന് എഴുതി. നല്ല മാർക്കോടെ അവൻ വിജയിച്ചു. മാർക്കോടെ വിജയിച്ചതിന് ശേഷം അവൻ പറഞ്ഞ ഒരു കാര്യം, ഞാന് ഇങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് 5 പൈസ പോലും ഫീസ് അടച്ച് ഞാൻ പഠിക്കത്തില്ല, അതുപോലെ തന്നെ വേറെ ഒരു കോഴ്സിന് ഞാൻ പോകത്തുമില്ല എന്ന് പറഞ്ഞു. അവൻ ദൈവസേനയിൽ ഉപവസിച്ചു, അവൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങളെക്കാളൊക്കെ ആത്മാർത്ഥമായിട്ട് അവൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ വയനാട്ടിലുള്ള DMIMS എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിലാണ് അവൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്. അപ്പൊ അവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലുകാർക്ക് ഇതുപോലെ ഈ ഗോത്രവർഗക്കാരുടെ ഇടയിലൊക്കെ ചില സർവീസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കോളേജ് അവൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ ആ കോളേജ് അവന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ട് ഇപ്പോഴും പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മിഷണറിമാരൊക്കെ അല്ലേ, എങ്ങനെയാണ് കുഞ്ഞിനെ മെഡിസിൻ ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവനാമ മഹത്വത്തിനായി ഞാൻ പറയട്ടെ, അവൻ ദൈവസന്നിധിയിൽ തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതുപോലെ തന്നെ
5 പൈസ ഫീസ് ഇല്ലാതെ കംപ്ലീറ്റ് ആ കോളേജ് സ്കോളർഷിപ്പോടുകൂടെ അവനെ അവിടെ പഠിക്കുവാനായിട്ട് ദൈവം കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അഡ്മിഷൻ സമയത്ത് ഞാനൊരു 13,000 രൂപ അടച്ചു. അത് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് അടച്ചതല്ലാതെ ഇന്ന് വരെ ഒരു നയാ പൈസ പോലും അവന്റെ പഠിത്തത്തിന് വേണ്ടി ഫീസായിട്ടോ ഒന്നും അവിടെ അടയ്ക്കുവാനായിട്ട് ഇടയായിട്ടില്ല. അപ്പം ഇന്നവൻ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കും. ദൈവം അനുവദിച്ചാൽ ഈ 2025 മാർച്ച് ഏപ്രിലോടുകൂടെ അവന്റെ MBBS കോഴ്സ് പൂർത്തിയാകുവാനായിട്ട് കഴിയും. ദൈവമക്കൾ അവനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ ഇത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ട് ഈ ദൈവവചനമൊക്കെ തർജ്ജമ ചെയ്താലും എത്രമാത്രം ആളുകൾ ഇത് ഉപയോഗിക്കും എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കിന്ന് സന്തോഷത്തോടെ പറയുവാൻ കഴിയും, ചില ആളുകളെങ്കിലും വലിയൊരു സംഖ്യ പറയുവാനായിട്ടില്ല എങ്കിലും പല ആളുകളും വിശ്വസ്തയോടെ ഈ ദൈവവചനം വായിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഗ്രാമത്തിൽ ഞാൻ ചില 2 വർഷം മുമ്പ് ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോഴേക്കും അവിടെയുള്ള ഒരു കട നടത്തുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന് ഞാൻ ഈ ബൈബിൾ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇതാണ്: 2020 ബൈബിൾ ഡെഡിക്കേഷന്റെ മീറ്റിങ്ങിന് ഞാൻ വന്നിരുന്നു. അന്ന് എനിക്കൊരു കോപ്പി കിട്ടി. അന്ന് തുടങ്ങി ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാനിത് ഒരു പേജ് വെച്ച് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ആരാധന നടത്തുന്നത് ഗദപ പൊട്ടവത്സ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നമ്മൾക്കൊരു ആരാധനയുണ്ട്, ഒരു ചർച്ചുണ്ട്. അവിടെയാണ് ഞാൻ ആരാധന നടത്തുന്നത്. അവിടെ ഞങ്ങൾ ഗദപ ഭാഷയിൽ തന്നെയാണ് ആരാധന നടത്തുന്നത്. ഒരു ദിവസം ആരാധനയ്ക്ക് ഗദപക്കാരല്ലാത്ത 2 പേര് അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ അന്ന് തെലുങ്കിലാണ് സംസാരിച്ചത്. തെലുങ്കിൽ സംസാരിച്ചിട്ട് അവിടെ സുനേഷ് എന്ന് പറയുന്നതായ ഒരു സഹോദരനുണ്ട്. അവൻ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ ഇന്ന് വന്നാലും, ഈ സുനേഷ് എന്ന് വന്നാലും ഗദപ ബൈബിളും തെലുങ്ക് ബൈബിളും കൊണ്ടുവരും. അപ്പൊ ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കുവാനായിട്ട് പറഞ്ഞപ്പം ഈ സുനേഷ് ആദ്യം തെലുങ്ക് ബൈബിൾ എടുത്തിട്ട് തെലുങ്ക് ബൈബിളിൽ നിന്ന് ആ വാക്യം വായിച്ചിട്ട് ഉടനെ ആ ബൈബിൾ അടച്ചു വെച്ചിട്ട് ഉടനെ ഗദപ ബൈബിൾ എടുത്തിട്ട് ഗദപ ഭാഷയിൽ വായിച്ചു. ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാന് ഇറങ്ങി വന്നപ്പോഴേക്കും, വെളിയിൽ വന്നപ്പോഴേക്കും ഞാൻ സുനേഷിനോട് ചോദിച്ചു, സുനേഷ് എന്താ നീ അങ്ങനെ ചെയ്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റർ ഈ ഞങ്ങളുടെ ഈ സ്വന്തം ഭാഷയിൽ ഞങ്ങൾ ഇത് വായിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇത് തറച്ചു കൊള്ളുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയുവാനിടയായി. അപ്പം അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെയുമല്ല, ഈ ദൈവവചനം വായിച്ച് കേട്ട് രൂപാന്തരം പ്രാപിച്ച അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. പല ആളുകളും വിശ്വാസത്തിൽ വന്നതിന് ശേഷം പാസ്റ്റർ അറിയാതെ മദ്യം ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ദൈവവചനം അവരുടെ ഭാഷയിൽ വായിച്ച് കേട്ട് അവരുടെ ആ തൊഴില് വിട്ടുകളഞ്ഞ അനുഭവമൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ട്രാൻസ്ലേഷന്റെ കാര്യങ്ങൾ പോകുന്നു, മോന്റെ പഠിത്തം അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഞാൻ 6 വർഷത്തോളം നമുക്ക് ചർച്ചകളൊന്നും ഇല്ലായിരുന്നു, വിശ്വാസികൾ ആരും ഇല്ലായിരുന്നു. അന്നൊക്കെ ഞാൻ പലപ്പോഴും ഈ ഒരു വിശ്വാസിയെ കണ്ടെത്തുവാനായിട്ട് പൊതിച്ച് ഒത്തിരി സമയങ്ങളുണ്ട്. കാരണം ഈ ആന്ധ്രയിലെ ഗ്രാമങ്ങളിലൊക്കെയുള്ള ഒരു പ്രത്യേകത, ക്രിസ്ത്യാനി ആണെങ്കിൽ അവർ ഈ ക്രിസ്മസ് സീസൺ ആകുമ്പോഴേക്കും വീടിന്റെ മുകളിൽ ഒരു സ്റ്റാർ കൊടുക്കും. അത് നിശ്ചയമായിട്ട് അവരങ്ങനെ ചെയ്യും. അപ്പം ക്രിസ്മസ് സീസൺ ആകുമ്പോഴേക്കും ഞാൻ പലപ്പോഴും ഈ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു, എവിടെയെങ്കിലും സ്റ്റാർ ഉണ്ടോന്നു. ഏതായാലും അന്നൊക്കെ നിരാശയായിരുന്നെങ്കിലും ഈ 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഈ ഗദപക്കാരുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരപ്പന്റെ മക്കളായിട്ടുള്ള ആ ഗ്രാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആ രീതിയിൽ ഇന്നും കൂടിയവറുകൾ നടക്കുന്നു. ആ ഗ്രാമത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നെല്ലാം നല്ല മദ്യം ലഭിക്കുമെന്നും പറഞ്ഞ് ഈ ഗ്രാമത്തിലാണ് ആളുകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. അപ്പം ചുറ്റുമുള്ള ഗ്രാമക്കാരെല്ലാവരും മദ്യപിക്കുവാനായിട്ട് വേണ്ടി വന്ന ഈ ഗ്രാമത്തെയാണ് ദൈവം ആദ്യം സന്ദർശിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഗ്രാമം പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ വന്നു. ഇന്നിപ്പോ അവർ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലൊക്കെ കടന്നുപോയി യേശുവിന്റെ സാക്ഷികളായി തീരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 200 പേരും വിശ്വാസത്തിലാണോ ഈ അപ്പന്റെ 200 മക്കളും? അവരെല്ലാവരും വിശ്വാസത്തിലുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ജോലിക്കൊക്കെ വേണ്ടി പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ ഇന്നിപ്പം മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അവരൊക്കെ തന്നെ ഹോസ്റ്റലിലൊക്കെയാണ്. അപ്പൊ ഈ ഡിസംബർ മാസത്തിൽ ഇവരെല്ലാവരും തിരിച്ചു വരും. ഡിസംബറിൽ ഇപ്പം ഞങ്ങൾക്ക് അവസാന ആഴ്ച കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഓരോ ചർച്ചുകൾ മീറ്റിംഗ് ആണ്. അപ്പൊ ഇവരെല്ലാവരും ഉണ്ടാവും.
എല്ലാവരും ജോലിക്ക് പോയിരിക്കുന്നവരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരും എല്ലാവരും ഇപ്പൊ ഓൾറെഡി നല്ലൊരു പങ്ക് ആളുകളും ഗ്രാമങ്ങളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാമതായിട്ട് കൊണ്ടലുദ്ദണ്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ പോയി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നും ആ ഗ്രാമത്തിൽ ചെന്നെത്തണമെങ്കിൽ ഏകദേശം 6 മണിക്കൂർ നമ്മൾ വനത്തിൽ കൂടെ തന്നെ മല കയറി പോകണം. വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ആ ഗ്രാമത്തിൽ ചെന്നപ്പോഴും ഞാൻ കണ്ട അവസ്ഥ, അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും യൗവനക്കാരും എല്ലാവരും ആ ഗ്രാമത്തിലുള്ള സകല ആളുകളും മദ്യപിച്ച് മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഞങ്ങൾ രാവിലെ മല കയറുവാനായിട്ട് തുടങ്ങി ഏകദേശം 1 മണി 1:30 ആയപ്പോഴേക്കും ആ ഗ്രാമത്തിൽ ചെന്നപ്പോഴേക്കും ആ കാഴ്ച എന്നെ വളരെ വേദനിപ്പിച്ചു. ദൈവമേ, എന്താണ് ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ ഗ്രാമത്തിലെ മൂപ്പനാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം വസ്ത്രമൊക്കെ പേരിന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അദ്ദേഹം വന്നിട്ട് എന്റെ തോളിൽ കൈയിട്ടിട്ട് എന്നോട് പറഞ്ഞു, നീയും ഇന്ന് എന്റെ കൂടെ നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഏതായാലും എനിക്ക് ഒത്തിരി വിഷമം തോന്നി അവരുടെ ആ അവസ്ഥ കണ്ടപ്പോ. കാരണം ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും എല്ലാവരും മദ്യപിച്ച് മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്ന ആ കാഴ്ച. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ എന്നാണെന്ന് ചോദിച്ചാൽ, ആ വില്ലേജ് മൂപ്പന്റെ ഭാര്യ മരിച്ചതിന് ശേഷം അവരെ അടക്കിയതിന് ശേഷം വന്ന് ഇവര് ആഘോഷിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി കേട്ടോ. ഞങ്ങൾ പിന്നെ തുടർമാനമായിട്ട് ആ കൊണ്ടലുദ്ദണ്ടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നുപോയി. അവിടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് നടക്കുന്നുണ്ട്. ഏകദേശം 10-50ഓളം ആളുകൾ അവിടെ, എല്ലാവരും ചെറുപ്പക്കാര്. പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നിയ ഒരു കാര്യം, ഈ 10, 50, 60 പേര് കൂടി വരുന്ന ഈ കൂട്ടായ്മയിലൊക്കെ അക്ഷരാഭ്യാസമുള്ളവർ വളരെ ചുരുക്കം ചിലരെ കാണുള്ളൂ. എങ്കിലും അവരൊക്കെ ദൈവസന്നിധിയിൽ വന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞാനും ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ഗ്രാമത്തിന് വളരെ അനുഗ്രഹീതമായ ഒരു കൂടിവരവ് നടക്കുന്നു. പിന്നെ ഗതമ മൊട്ടവത്സ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടെ ചെറിയൊരു ചർച്ചാണ്. ഏകദേശം ഒരു 10-20ഓളം ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പം അവിടെയാണ് ഞാൻ ആരാധന നടത്തുന്നത്. അവിടെ വർഷങ്ങളായിട്ട് ഞാൻ ആ ഗ്രാമത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ആ ഗ്രാമത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് അന്ന് വളരെ ദുഃഖകരമായ അവസ്ഥയായിരുന്നു. കാരണം വൃത്തിഹീനമായ അന്തരീക്ഷം, ആളുകൾക്ക് തൊഴിലില്ലാത്ത ആ സാഹചര്യം, അതുപോലെ തന്നെ ഹൈജീനിക്കലി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ അവസ്ഥ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാത്ത അവസ്ഥ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ശൈശവ മരണം, ഇങ്ങനെയുള്ളതായ ഒത്തിരി വെല്ലുവിളികൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ എന്നും ചെന്ന് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ ഗ്രാമത്തെ നീ അനുഗ്രഹിക്കണമേ, ഗ്രാമത്തിന്റെ അവസ്ഥയ്ക്കൊക്കെ ഭേദം വരുത്തണമേ എന്ന് ഞങ്ങൾ ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കും. അപ്പം അവിടെയുള്ള മദ്യപാനികളൊക്കെ പലപ്പോഴും ഇത് കേട്ടിട്ട് എന്നോട് പറയാറുണ്ട്, ആശ്രയ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ എന്നൊക്കെ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എങ്ങനെയാ അങ്ങ് ഈ ഗ്രാമത്തിന്റെ അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരുത്തുന്നത്, എങ്ങനെയാണ് ദൈവമേ ഈ ഗ്രാമത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും അതും ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒരു ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്നു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ എനിക്ക് ആ ഗ്രാമത്തിൽ ചെല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോഴേക്കും ഞാൻ കണ്ട കാഴ്ച, ഈ ഗതമ മൊട്ടവത്സ ഗ്രാമത്തിന് ചുറ്റും VIP വാഹനങ്ങളെല്ലാം വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ തലേദിവസം വൈകിട്ട് ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. അപ്പം ഈ വാഹനങ്ങൾ ഇതുപോലെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ഓരോരുത്തരോടും ചോദിച്ചിട്ടു അവരൊന്നും വേണ്ടതുപോലെ എനിക്കൊരു മറുപടി തന്നില്ല. അങ്ങനെ മുമ്പോട്ട് ചെന്നപ്പോഴേക്കും അവിടുത്തെ XMLA അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കിതാണ്, പാസ്റ്ററെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടോ, നമ്മളുടെ CM ഗതമ മൊട്ടവത്സ സന്ദർശിക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പം ഞങ്ങൾ മറ്റ് നല്ല പല ഗ്രാമങ്ങളും സജസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം പറയുന്നത് ഇല്ല, എനിക്ക് ഗതമ മൊട്ടവത്സ തന്നെ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്നാന്ന് വെച്ചാൽ 7-8 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനെ അങ്ങനെ ഗ്രാമത്തിനകത്ത് ചെന്ന് നോക്കിയപ്പോഴേക്കും ഗ്രാമത്തിൽ
തകൃതിയായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു. നെടുകയും കുറുകയും റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീടുകളുടെ എല്ലാം അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. അതുപോലെ തന്നെ തൊഴിലില്ലാത്ത എല്ലാവർക്കും അവർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി എരുമയെ കൊടുക്കുവാനുള്ളതായ കാര്യങ്ങൾ ചെയ്തു. ചിലരെ ആട് വളർത്തുവാൻ താല്പര്യമുള്ളവർക്ക് ആടിനെ നൽകി. പ്രായമുള്ള അമ്മച്ചിമാർക്ക് കോഴിയെ വളർത്തി ഉപജീവിക്കുവാനുള്ള അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. എല്ലാം ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ഗ്രാമം വളരെ മനോഹരമായ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഗ്രാമത്തിന്റെ നടുക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം, അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ നെടുകയും കുറുകയും കോൺക്രീറ്റ് റോഡുകൾ, ആ റോഡിന്റെ ഇരുവശത്തും മനോഹരമായ പൂക്കളുള്ള ചെടികൾ എന്ന് വേണ്ട ആ ഗ്രാമത്തിന്റെ മുഖം ആകെ മാറി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും രാമു എന്ന് പറയുന്ന ഗാഡിപ്പല്ലി രാമു എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം നമ്മളുടെ സഭയിലെ ആക്റ്റീവായിട്ടുള്ള ഒരു വിശ്വാസിയാണ്. അദ്ദേഹം പാവം ഒരു വീടിന്റെ പണി ചെയ്ത് അതിന്റെ റൂഫ് വാർത്തിട്ടു. അപ്പൊ ഇവരുടെയൊക്കെ വീടെന്ന് പറയുന്ന ഒരു മുറിയും ഒരടുക്കളയുമാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ റൂഫ് വാർത്തിട്ടതിന് ശേഷം ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടി അവര് ഒരു റൂഫ് വാർത്തു. എന്നാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാതെ കിടക്കുകയായിരുന്നു. എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആളുകള് ഈ വീടിന്റെ പണി തകൃതിയായിട്ട് ഈ വീടിന്റെ പണികൾ നടക്കുന്നു. തേപ്പ് നടക്കുന്നു. അതുപോലെ തന്നെ ജനലും കതവും ഒക്കെ വെക്കുവാനുള്ളതായ സാമഗ്രികളുടെ പണി നടക്കുന്നു. എല്ലാ നിലയിലും അതിന്റെ പണി വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അപ്പം അവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മളെ ചീഫ് മിനിസ്റ്റർ വരുമ്പോഴേക്കും ഈ വീട് മനോഹരമായിട്ട് പണി തീർത്തിട്ട് അദ്ദേഹം ഇത് ഓപ്പൺ ചെയ്യുവാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഈ 6-7 ദിവസങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അപ്പൊ നാളെ CM വരുമെങ്കിൽ അതിന്റെ തലേദിവസമായ ഇന്ന് ഞാൻ ചെല്ലുമ്പോഴേക്കും രാമുവിന്റെ വീടിന്റെ കംപ്ലീറ്റ് പണി തീർത്തിട്ട് ഈ അന്നത്തെ CM ആയിരുന്ന ആ പാർട്ടിയുടെ CM-ന്റെ പാർട്ടിയുടെ ഫ്ലാഗിന്റെ കളറ് ഈ വീടിന്റെ ഭിത്തിക്കെല്ലാം അടിച്ചു. അപ്പം തെലുങ്കുദേശം പാർട്ടിയാണ് അവര്. അവരുടെ പാർട്ടിയുടെ ഫ്ലാഗിന്റെ കളറ് ഈ വീടിന്റെ ഭിത്തിക്കെല്ലാം അടിച്ചു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പം നാളെയാണ് ഈ CM വരേണ്ടത്. അപ്പം അവിടെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുവാനുള്ള ആളുകൾക്ക് പാസ് എല്ലാം നൽകി. അതുപോലെ തന്നെ ചുറ്റുമുള്ള റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തു. പോലീസും അതുപോലെയുള്ള പട്ടാളവും എല്ലാം വന്ന് ഇറങ്ങി. എനിക്കും ആ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള പാസ്സൊക്കെ ലഭിച്ചു. ഞാൻ ആ പാസും ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. രാത്രി 10 മണി ആയപ്പോഴത്തേക്കും ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, CM-ന്റെ പ്രോഗ്രാം ക്യാൻസൽ ആയി, കാരണം ചില സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാണ്. എന്നാൽ അദ്ദേഹം വരുവാനായിട്ട് കഴിഞ്ഞില്ല. എന്തോ സെക്യൂരിറ്റി പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്നതാണ്. ഏതായാലും അതിനടുത്ത ഞായറാഴ്ച ഞങ്ങൾ രാമുവിന്റെ വീട് പ്രാർത്ഥിച്ച് ദൈവനാമത്തിൽ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പൊ അവരെല്ലാവരും പറയുന്നത് ദൈവം അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചുവെങ്കിലും ദൈവ ഭക്തരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിച്ച് അത് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നത് കൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത് എന്നാണ് അവരൊക്കെ പറയുന്നത്. ഏതായാലും ഇന്ന് അങ്ങനെ ഞങ്ങൾക്ക് 5 ഗ്രാമത്തിൽ മനോഹരമായ കൂടിവരവുകളുണ്ട്. 3 ഗ്രാമത്തിൽ ചെറിയ സ്റ്റേഷൻ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളൊരു ഒറ്റമുറി വീട്ടിൽ ഞങ്ങൾ ഏകദേശം 6 വർഷത്തോളം ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. 6 വർഷത്തോളം ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രാമക്കാര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി നന്മയുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഗ്രാമം വിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത എന്നാണെന്ന് ചോദിച്ചാൽ ഈ ഗ്രാമത്തിൽ ഏറ്റവും കണ്ണായ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അവിടെ എന്നിട്ട് അവര് തന്നെ പഞ്ചായത്തിൽ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വെക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യണമെന്നും പറഞ്ഞ് അന്ന് പഞ്ചായത്തിൽ നിന്ന് 85,000 രൂപ ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഒരു കൊച്ചു വീട് ഞങ്ങൾ പണിതു. അങ്ങനെ മനോഹരമായ ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ജനത്തിന്റെ ഇടയിൽ ദൈവം ചെയ്തതായ ഒത്തിരി ഗ്രാമക്കാര് തന്ന സ്ഥലമാണോ പാസ്റ്റർ? അതെ. ഇതിപ്പോ നമ്മളിവിടെ ഒരു വീട് വെച്ചു. നമുക്ക് വിൽക്കാനും ഒന്നും പറ്റത്തില്ല. നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഇവിടെ താമസിക്കാൻ ആരും ഇറക്കി വിടത്തൊന്നുമില്ല. തന്നെയല്ല ദൈവം അനുവദിച്ചപ്പോൾ ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ആരെങ്കിലും മിഷണറിമാരൊക്കെ വന്നാൽ അവർക്ക് ഇവിടെ താമസിക്കാം. മറ്റാരും ഇത് കയ്യേറുവോ അല്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടുവോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ അന്ന് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറെ പണവും കൂടെ മുടക്കി ഒരു കൊച്ചു വീട്, ഒരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ബാത്റൂം, അങ്ങനെ ഞങ്ങളത് ചെയ്യുവാനായിട്ട്
ഇടയായി തീർന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ദൈവകൃപയാലെ ഭംഗിയായി പോകുന്നു. സുവിശേഷ പ്രവർത്തനവും ചർച്ച പ്ലാനിങ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു. കഴിഞ്ഞ വർഷവും 42 യൗവനക്കാര് കർത്താവിന് ജലത്തിൽ സാക്ഷീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഓരോ വർഷവും അനേകരെ ദൈവം സന്ദർശിക്കുന്നു. പല ആളുകള് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങള് വിശാലമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പഴയ നിയമത്തിന്റെ തർജ്ജമ നടക്കുന്നുണ്ട്. പഴയ നിയമത്തിന്റെ തർജ്ജമ ഞങ്ങൾ വിക്ലീഫിന്റെയിൽ സ്റ്റാഫായിട്ടില്ല എങ്കിലും കാരണം വിക്ലീഫിന്റെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങള് സ്റ്റാഫായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അപ്പം ഇവരൊക്കെ ഈ ഡോണേഴ്സിനെ കണ്ടെത്തുമ്പോഴേക്കും അവർ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വർക്ക് എന്നുള്ള രീതിയിലാണ് ഡോണേഴ്സ് കണ്ടെത്തുന്നത്. അപ്പം ചർച്ച് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചർച്ചിന്റെ കാര്യങ്ങളും വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ട്രാൻസ്ലേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നത് കൊണ്ട് ഞാനും വൈഫും ട്രാൻസ്ലേഷന്റെ കാര്യങ്ങളിൽ വിക്ലിഫിന്റെ നിന്നുള്ള സ്റ്റാഫ് എന്നുള്ള ആ പോസ്റ്റ് ഒഴിവാക്കിയിട്ട് ഞങ്ങളിപ്പം ചർച്ചിന്റെ കാര്യങ്ങൾ മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജെസ്സി വോളണ്ടിയർ ആയിട്ട് ഈ ട്രാൻസ്ലേഷൻ പഴയ നിയമത്തിന്റെ തർജ്ജമയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്ത് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള 3 പേരെ സെലക്ട് ചെയ്ത് അവരും ഇവര് 4 പേരും കൂടെ ഇന്ന് പഴയ നിയമത്തിന്റെ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവരാരും തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടത്തില്ലായിരുന്നു. എന്നാൽ ഞങ്ങള് പല കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കൂടെ നിർത്തി അവരെ പഠിപ്പിച്ചു. അതിൽ ചിലര് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ഒരു പെൺകുഞ്ഞിനെ നേഴ്സിംഗിന് വിട്ടു. അവള് നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് അവൾ പഠിച്ച ആ സ്ഥാപനത്തിൽ തന്നെ അവൾ ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ തന്നെയുമല്ല, പലരും ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം ചില ആളുകളൊക്കെ ഗവൺമെന്റ് സർവീസിലൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജോലി ചെയ്യുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ ജനത്തിന്റെ ഇടയിൽ ചെയ്തതായ വലിയ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഇവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ചെയ്ത ലേണിംഗ് സെന്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിരുന്നു. വിക്ലിഫിന്റെ സഹായത്തോടുകൂടെ പല ഗ്രാമങ്ങളിലും വൈകുന്നേരം കുഞ്ഞുങ്ങളെ കൂട്ടി വിളിച്ചിരുത്തി അവരെ അക്ഷരം പഠിപ്പിക്കുക, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ അവരുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെ പല ഗ്രാമങ്ങളിൽ കാണോ പഠിപ്പിക്കുന്നത് അന്നേരം? അതെ. അത് ഇവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബോധവൽക്കരിക്കുവാനായിട്ട് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെയും ഇന്നും ഈ ഗ്രാമങ്ങളിലെ അവസ്ഥ ഒത്തിരി മാറ്റം വന്നുവെങ്കിലും ഇനിയും ഒത്തിരി കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. ഇന്നും ഈ ആളുകളുടെ ഇടയിൽ ശൈശവ വിവാഹം, അതുപോലെ തന്നെ ബഹുഭാര്യത്വം, ഇങ്ങനെയുള്ള ഒട്ടനവധി തിന്മകൾ ഇന്നും ഈ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ദൈവം ഒരു മാറ്റം വരുത്തുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. വിശ്വാസത്തിലേക്ക് വന്ന ആളുകളൊക്കെ ദൈവസേനയിൽ വളരെ സന്തോഷത്തോടും ദൈവവചന പ്രകാരം ദൈവത്തെ ആരാധിച്ച് അവർ മുമ്പോട്ട് പോകുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പഠന കാര്യങ്ങളൊക്കെ ദൈവം അവരെ സഹായിച്ചു. തന്നെയുമല്ല, ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, ഒരു 90% കുഞ്ഞുങ്ങളും ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട്, അത്യാവശ്യം അക്ഷരം പഠിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതുപോലെ ഒരവസരം എനിക്ക് നൽകി തന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ സാമൂഹിക സ്ഥിതിയൊക്കെ ഇന്നും ഒത്തിരി മോശപ്പെട്ട സ്ഥിതിയാണ്. ഞങ്ങളുടെ മലമുകളിലുള്ള ഒരു ചർച്ചിൽ 2 കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. അവരുടെ പിതാവ്, അവരുടെ മാതാപിതാക്കളെ വിശ്വാസത്തിൽ വന്നിരുന്നില്ല. അവരുടെ പിതാവ് ഒരു ദിവസം അടുത്തുള്ള ഗ്രാമക്കാരുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി. അവർ വഴക്കമുണ്ടാക്കിയതിനു ശേഷം ഈ പ്രിയപ്പെട്ടവൻ തിരിച്ചു വന്ന്, നല്ല ചൂടുള്ള സമയമാണ്, അവരുടെ വീടിന്റെ വെളിയിൽ കിടന്നുറങ്ങിയതായ സമയത്ത് അടുത്തുള്ള ഗ്രാമക്കാര് 5-6 ചെറുപ്പക്കാർ വന്നിട്ട് വലിയൊരു കല്ലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്കിട്ട് അദ്ദേഹത്തെ കൊന്നുകളയുവാനിടയായി തീർന്നു. അദ്ദേഹം അങ്ങനെ മരിച്ചതിന് ശേഷം ഈ 2 ഗ്രാമക്കാരും കൂടി ഒരു മീറ്റിംഗ് നടത്തിയപ്പോഴത്തേക്ക് ആ മീറ്റിംഗിൽ ഈ ഗ്രാമത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്ന ഗ്രാമത്തലവൻ എന്ന് പറയുന്നു, അതിനപ്പുറം ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഗ്രാമത്തലവൻ എടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ മനുഷ്യനെ കൊന്നതുകൊണ്ട് ആ കൊന്ന ആളുകള്
എല്ലാവരും കൂടെ കൂടി ഒരു 10,000 രൂപ കളക്ട് ചെയ്തിട്ട് ഈ വിധവയായ സ്ത്രീക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ആ പൈസ കൊണ്ട് ഈ സ്ത്രീയെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൂടെ ശക്തമായിട്ട് നിന്നതുകൊണ്ടാണ് നിനക്ക് ആ പൈസ കിട്ടിയത്, അതുകൊണ്ട് ആ പൈസയുടെ പകുതി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞില്ല, ഞങ്ങളങ്ങനെ തരത്തില്ല, കാരണം ഇത് ഞങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി തന്നതല്ലേ, ഞങ്ങളത് തരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവര് വാക്തർക്കമുണ്ടായിട്ട് ആ ഗ്രാമത്തലവൻ ആ സ്ത്രീയെ ഒലക്ക കൊണ്ട് അടിച്ച് കൊല്ലുവാനായിട്ടിടയായി. അപ്പം ഇന്നും ഇങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ പല ഉൾഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ ഇന്നും സുവിശേഷം എത്താത്ത ധാരാളം ഗ്രാമങ്ങൾ ഇന്നും ഉണ്ട്. അവിടെയൊക്കെ സുവിശേഷം ചെന്നെത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളും ഒട്ടനവധി വെല്ലുവിളികൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പല പ്രാവശ്യം മലേറിയ ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കർത്താവ് തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഈ ഗതവ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ, വേറെ ദൈവദാസന്മാര് പാസ്റ്റർ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നോ? തെലുങ്കിലെ ശുശ്രൂഷിക്കുന്നവർ വല്ലതും അങ്ങനെ ഉണ്ടായിരുന്നോ? ഇപ്പൊ നമുക്കിവിടെ 10 പേര് വർക്കേഴ്സ് ഉണ്ട്. അത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ ഇവിടെ ആക്കിയിരിക്കണം. അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഗതബ എന്ന ആ ഒരു ആദിവാസി അതിന്റെ ഇടയിൽ നിന്ന് തന്നെയാ, ഇല്ലയോ? ഓക്കെ പാസ്റ്റർ. ദേവദാസന് ഗതബയിൽ ഒരു പാട്ട് പാടിയാലേ നമുക്ക് ആ ഭാഷയുടെ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഭാഷയിൽ ഞാൻ പാടാം. ആനന്ദമാനന്ദമീയമ്മൂനേശുനു സന്നിധി, ആനന്ദമാനന്ദമീയമ്മൂനേശുനു സന്നിധി, അംശീകടുത്തി വിന്ദിഞ്ചിനോണം മൂണച്ചലെ ശീകട്ടുവാരാ, അംശീകടുത്തി വിന്ദിഞ്ചിനോ മൂണച്ചലെ ശീകട്ടുവാരാ, എപ്പൊടി വിന്ദിഞ്ചായതാ ഐശീകട്ട് ആറവാരാ, എപ്പൊടി വിന്ദിഞ്ചായതാ ഐശീകട്ട് ആറവാരാ, ആനന്ദമാനന്ദമീയമ്മൂനം യേശുനു സന്നിധി, ആനന്ദമാനന്ദമീയമ്മൂനം യേശുനു സന്നിധി, ഒലവേയാത്തോൺ ശത്രു സൈതാൻ കൊടുത്തോണ്ടോലാ തൃടേശു, ഒലവേയാത്തോൺ ശത്രു സൈതാൻ കൊടുത്തോണ്ടോലാ മിത്രടേശു, ആരെയൊന്തോലയത്ത ജ്ഞാനീമുജാഗതമണ്ടോ, ആരെയൊന്തോലയത്ത ജ്ഞാനീമുജാഗതമണ്ടോ, ആനന്ദമാനന്ദമീയമ്മൂനം യേശുനു സന്നിധി, ആനന്ദമാനന്ദമീയമ്മൂനം യേശുനു സന്നിധി, സിലുവാനഞ്ചി യുദ്ധം ഘനോൻ സൈത്താനല്ലിൻ കുർക്കിക്കനോൻ, സിലുവാനഞ്ചി യുദ്ധം ഘനോൻ സൈത്താനല്ലിൻ കുർക്കിക്കനോൻ, ജീവചിഹ്നോ ആരവനാണ്ടിന്തി ചെയ്യോ, ജീവചിഹ്നോ ആരവനാണ്ടിന്തി, ആനന്ദമാനന്ദമീ
ആനന്ദമാനന്ദമീയം മൗനം യേശുനു സന്നിധി. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ ആനന്ദം ഉണ്ടെന്നായിരിക്കും, ഇല്ലയോ? അതെ. അതെ അതെ. ഓക്കെ ഓക്കെ പാസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്ററെ ഒന്ന് വിളിച്ചാൽ നമുക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നു. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, ആദിവാസി ആദിവാസികളുടെ ഇടയിൽ ചെന്ന് ദേവദാസനോടൊപ്പം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. അതുപോലെ തന്നെ ഭാഷയ്ക്ക് ഒരു ലിപി കൊടുക്കുവാനും എല്ലാം പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ഭാഷയിലോട്ട് ചെയ്യുവാനും ഒക്കെ ദൈവദാസിയെ കർത്താവ് സഹായിക്കുന്നല്ലോ. പഴയ നിയമത്തിൻ്റെ ട്രാൻസ്ലേഷനിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദൈവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. കാണുവാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ദേവദാസിക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ കർത്താവിന്റെ ദാസിയെ കർത്താവ് സഹായിക്കട്ടെ. ദേശത്ത് പിന്നെയും ദേവദാസിയെ കർത്താവ് ബലത്തോടെ നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു ദേവദാസി. ഓക്കെ മാസ്റ്റേ, എത്രത്തോളം ദേവദാസനെ കർത്താവ് ബലപ്പെടുത്തിയാൽ അനേക ഗ്രാമങ്ങളിൽ കടന്നു പോകുവാനും ഇന്നും യാതൊരു വെളിച്ചവുമില്ലാത്ത ആ ജനത്തിൻ്റെ ഇടയിൽ കടന്നു പോകാൻ, മദ്യത്തിനും മയക്കുമരുന്നിനോട് ഒക്കെ അടിമയായിരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ അവിടെ ഒരു വെളിച്ചം, യേശുവെന്ന വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ആ വെളിച്ചം ഹല്ലേലൂയ പിന്നെയും അനേകരിലോട്ടത് പടർന്നു പിടിക്കട്ടെ. ആമേൻ. അനേക അന്ധകാരത്തിൽ കിടക്കുന്ന ജീവിതങ്ങളാ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായി തീരട്ടെ. ഓക്കെ മാസ്റ്ററെ, പിന്നെ അവിടെ ദൈവത്തിൻ്റെ ദാസൻ്റെ പ്രവർത്തനത്തില എന്തെങ്കിലും അത്ഭുതങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് എന്തെങ്കിലും ദേവദാസന്റെ ഓർമ്മയിലുണ്ടോ? അങ്ങനെയുള്ളൊന്നും അത്ഭുതമെന്ന് പറയാനായിട്ട് ഇതെല്ലാം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് നടക്കുന്നു. ഞാൻ ചോദിക്കാം, രോഗസൗഖ്യം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ലോ? രോഗികളൊക്കെ പ്രാർത്ഥനയിലൂടെ ഒക്കെ ഒത്തിരി പേര് സൗഖ്യമാകുന്നുണ്ട്. അത്ഭുതമായിട്ട് ഞാനും കാണുന്നില്ല. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി, ഞങ്ങൾ രൂത്തമ്മ എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരി വിശ്വാസത്തിൽ വന്നതിന് ശേഷം പുള്ളിക്കാരിയെ പാമ്പ് കടിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ഒരു മല കയറി വേണം പോകാനായിട്ട്. അവരിങ്ങനെ പോയപ്പോഴത്തേക്കും പാമ്പ് കടിച്ചിട്ട് അവര് വഴി വീണു പോയിട്ട് വീട്ടിൽ ചെല്ലാൻ വന്നപ്പോഴത്തേക്ക് സന്ധ്യയായപ്പോഴത്തേക്ക് എല്ലാവരും പോയി അന്വേഷിച്ചു, കണ്ടില്ല. അപ്പൊ അവരോർത്ത് എവിടെയെങ്കിലും അടുത്ത വീട്ടിലോ അവരുടെ ഈ അടുത്ത ഗ്രാമങ്ങളിലോ എവിടെയെങ്കിലും പോയി, കാരണം ഇവരെല്ലാം സ്വന്തക്കാരാ, ഗ്രാമങ്ങളിലെല്ലാം ഉള്ളവർ അടുത്ത ഗ്രാമക്കാരൊക്കെ സ്വന്തക്കാരാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കുമെന്ന് ചിന്തിച്ചു. പിറ്റേ ദിവസം ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് സഹോദരിക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി അവിടെ കിടന്ന് ഹല്ലേലൂയ. അപ്പൊ ഇത് കേട്ടോണ്ട് ആൾക്കാർ നോക്കിയപ്പോഴത്തേക്ക് ഇവര് അബോധാവസ്ഥ കിടക്കുവാണ്, ശരീരം മുഴുവൻ നീര് വെച്ച് കിടക്കുന്നു. അപ്പൊ പുള്ളിക്കാരി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ പുള്ളിക്കാരി അങ്ങനെ ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച പുള്ളിക്കാരി ആരോഗ്യത്തോടെ ഇപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒത്തിരി ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സഹോദരിയാണ്. ഞങ്ങളുടെ കൂടെ 3-4 പ്രാവശ്യം നാട്ടിൽ കേരളത്തിൽ വന്നായിരുന്നു ആ സഹോദരി. ഞങ്ങള് മിക്കവാറും ഇവിടുന്ന് വിശ്വാസികളെയൊക്കെ ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോകാറുണ്ട്. കാരണം ഇവരിങ്ങനെ ഈ ഗ്രാമത്തിന് വെളിയിലൊന്നും അങ്ങനെ പോകാത്ത ആൾക്കാരൊക്കെയാണ്. കഴിഞ്ഞ വർഷം 19 പേര് ഞങ്ങളുടെ കൂടെ വന്ന് നാട്ടിൽ ഒരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ആരും അങ്ങനെ അത്ര പെട്ടെന്ന് ആർക്കും ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് പിന്നെ നിൽക്കാനൊന്നും കഴിയത്തില്ല. ദേവദാസൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ആഹാരം വിളമ്പി വെച്ചപ്പോൾ വെള്ളയും കറുപ്പുമായിട്ട് കണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരിക്കലും അതങ്ങോട്ട് ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുകയില്ല. എന്നാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ജീവനെ തന്ന, കഷ്ടങ്ങൾ അനുഭവിച്ച കർത്താവിൻ്റെ ആ സ്നേഹം ഓർത്തത് കൊണ്ടാണല്ലോ ദൈവദാസനെ അതിനൊക്കെ കർത്താവ് ഇടയാക്കിയത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാനും ഒന്നിനും കഴിയത്തില്ലല്ലോ. ആമേൻ. കർത്താവിൻ്റെ ദാസനെ പിന്നെയും ദൈവം നിർത്തട്ടെ. സകല നന്മകളും ദൈവം നൽകി തരട്ടെ. God bless you, Pastor.
ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ദൈവദാസന് നന്ദിയുണ്ട്. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്രകാരം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂപ്പരപ്പിൽ തന്ന നല്ല അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം ദൈവമേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് മാത്രം കാരണമായി തീരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങൾ ദൈവം വിശാലമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവമേ അതിലൂടെ സാക്ഷ്യങ്ങളെ പറയുന്ന പ്രിയ കർത്തദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ നടത്തിയ വിധങ്ങൾ അനേകർക്ക് ആശ്വാസവും അനേകർക്ക് ധൈര്യവും പകരുന്നതായി തീരുവാൻ ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, ഇന്നും അനേക ഗ്രാമങ്ങൾ യേശുവിനെ അറിയാതെ കഴിയുന്ന അനേക ഗ്രാമങ്ങൾ ഞങ്ങളുടെ ഭാരതത്തിലുണ്ടല്ലോ. കർത്താവ്, ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് കർത്താവിന്റെ സന്ദേശവുമായിട്ട് ഇറങ്ങിച്ചെല്ലുവാൻ ഒരു സമർപ്പണം ഉണ്ടാകേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ദൈവമേ അങ്ങയുടെ മക്കളെ ദൈവം അയക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുപോലെ ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, വരും ദിവസങ്ങളിൽ ദൈവമേ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവർ കർത്താവിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിന് വേണ്ടി അവർ സമർപ്പിക്കപ്പെടുവാൻ, ദൈവം ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവം അയക്കുന്ന പക്ഷം ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവം അവർക്കിടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അമ്മ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ കൂട്ടുപ്രവർത്തകൻ രാജീവ് പാസ്റ്ററേയും ലിസിക്കുട്ടി സിസ്റ്ററേയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവരെയും അനുഗ്രഹിച്ചാൽ കൃപയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തിരുനാമം ഞങ്ങളുടെ ജീവിതത്തിലൂടെ മഹിമപ്പെടണം. ഞങ്ങൾ ഓരോരുത്തരും ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിന്നുകൊണ്ട് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ സുവിശേഷം എത്താത്ത ഗോത്രവർഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലേലി ഭാഷക്കാർക്ക് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ജനത്തെ ദൈവമോടൊന്ന് സന്ദർശിക്കണമേ. അവരൊക്കെ കർത്താവെ അങ്ങയുടെ നിത്യമായ സ്നേഹം എന്തെന്ന് തിരിച്ചറിയുവാൻ സ്വർഗമിടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങളൊക്കെ അതിന് മുഖാന്തരമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ. ആമേൻ ആമേൻ ആമേൻ. ഓക്കേ പാസ്റ്റർ.